ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുമല്ലേ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണോ നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ ചിക്കൻ മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഈ തൈരിന് പകരം ലെമൺ ജ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈര് എന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വിനാഗിരി ആദ്യം തന്നെ യൂസ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കളറൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ വെക്കട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നാലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി മാറ്റി വെക്കാം. എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഹാർഡായാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു സൈഡ് നമുക്കിങ്ങനെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് നമുക്കിത് 2 സൈഡ് ഒരുപോലെ ആയാൽ ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.